യുഎഇയിൽ ഇനി പ്രവാസികൾക്കും അനാഥ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാം. ഇതു സംബന്ധിച്ച നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തി. നിലവിൽ യുഎഇ സ്വദേശികളായ ദമ്പതികൾക്കും അവിവാഹിതരായ സ്വദേശി വനിതകൾക്കും മാത്രമേ മാതാപിതാക്കളില്ലാത്ത കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിരവധി വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയൂ. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ, നിലവിലെ നിയമത്തിൽ എന്തൊക്കെ ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത്? ധന്യ, 2022 ഇത് സംബന്ധിച്ച ഒരു നിയമം അവസാനമായി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ആ നിയമപ്രകാരം യുഎഇയിലെ സ്വദേശികളായ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിവാഹിതരായ വനിതകൾക്കോ മാത്രമാണ് അനാഥരായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അനുമതിയുണ്ടായിരുന്നത്. ഇപ്പോഴുള്ള നിയമ ഭേദഗതി അനുസരിച്ച് ഇനി യുഎഇയിൽ പ്രവാസികളായ കുടുംബത്തിനും അതേപോലെ തന്നെ വനിതകൾക്കും അനാഥ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്നുള്ളതാണ്. ഇതിന് നിരവധി വ്യവസ്ഥകൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വ്യവസ്ഥ, ഈ ഏറ്റെടുക്കുന്ന കുടുംബത്തിലെ രണ്ടുപേരും യുഎഇയിൽ താമസ വിസയുള്ളവരായിരിക്കണം. ഈ ദമ്പതികൾ രണ്ടുപേരും 25 വയസ്സ് പിന്നിട്ടവരായിരിക്കണം. ഇവർക്ക് യാതൊരു രോഗവുമില്ല, പകർച്ചവ്യാധികളില്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടാകണം. അതേപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക സുസ്ഥിരതയും തെളിവായി നൽകേണ്ടി വരും. ഇവർക്ക് സ്ഥിരമായിട്ട് വീടുണ്ട്, നല്ലൊരു ആവാസ വ്യവസ്ഥയുണ്ട് എന്നുള്ള തെളിവുകൾ സർക്കാരിന് നൽകിയാൽ മാത്രമേ ആ കുടുംബത്തിലേക്ക് കുട്ടിയെ വിട്ടു നൽകുകയുള്ളൂ. അതോടൊപ്പം ഈ അവിവാഹിതരായ സ്ത്രീകളാണ് ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ അവിവാഹിതരായിരിക്കണം, അല്ലെങ്കിൽ വിവാഹമോചിതരായിരിക്കണം. അവർക്ക് 30 വയസ്സ് പിന്നിട്ടിരിക്കണം. നേരത്തെ പറഞ്ഞ മറ്റു വ്യവസ്ഥകളും ഇവർക്കും ബാധകമാണ്. അവർക്കും സ്ഥിരമായ വരുമാനവും സുസ്ഥിരമായ താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകണം. അതോടൊപ്പം മറ്റു ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. ഈ കുട്ടികളുടെ പഠനം എല്ലാ നിലയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഇവർ ഏറ്റെടുക്കണം. അതോടൊപ്പം ഈ കുട്ടിയുടെ ജന്മകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസമോ മതവിശ്വാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ സ്വത്വമോ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഈ സംരക്ഷണം ഏറ്റെടുക്കുന്നവർ ശ്രമിക്കരുത് എന്നൊരു വ്യവസ്ഥ കൂടി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ കുട്ടിയുടെ സംരക്ഷണം ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്കോ വിട്ടു നൽകുകയുള്ളൂ. ധന്യ. ശരി, ഷിനോ ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗദിയിൽ തണുപ്പിലേക്ക് മാറുന്നതിന് മുന്നോടിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും കാലാവസ്ഥാ മാറ്റവും തുടരുന്നു. വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വരും ദിവസങ്ങളിൽ മഴയെത്തും. ഇതോടുകൂടി കൂടുതൽ തണുപ്പിലേക്ക് രാജ്യം മാറും. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രയാസങ്ങൾ നേരിടാൻ ജാഗ്രത വേണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഷാൽ ചേരുന്നുണ്ട്. മിഷാൽ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയും പൊടിക്കാറ്റും തുടരുകയാണ്. പടിഞ്ഞാറൻ പ്രവിശ്യ മക്ക, ജിദ്ദ, അതുപോലെ തന്നെ തബൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു. എന്നാൽ അൽജൗഫ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ നേരിയ മഴയാണ് ഈ അൽജൗഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലഭിച്ചത്. ഹായിൽ, റിയാദ്, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ മഴയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മഴ എത്തുന്നതോടെ രാജ്യം കൂടുതൽ തണുപ്പിലേക്കും കടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് മലയാളികളായ പ്രവാസികളടക്കം നിരവധി പേർ ശ്വാസ തടസ്സം അടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനായി ഇത്തരം കാലാവസ്ഥകളിലേക്ക് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മാസ്ക് ധരിക്കാൻ മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ സൗദിയിലുള്ള എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ തവക്കൽന സിഹത്തി ആപ്പ് വഴി ലഭ്യമാകും. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും പബ്ലിക് ഹെൽത്ത് സെന്റർ വഴിയും ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നിലവിൽ സൗദി ഉള്ളത് വിദ്യാഭ്യാസ അവധിയിലാണ്. അതുകൊണ്ട് തന്നെ മക്ക, മദീന തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ അടക്കം നിരവധി സന്ദർശകരാണ് അല്ലെങ്കിൽ തീർത്ഥാടകരാണ് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശം ഇത്തരം ഇരു ഹറമുകളിലേക്കും പ്രവേശിക്കുന്നതിനും മുന്നോടിയായി പരമാവധി മാസ്ക് ഉപയോഗിക്കാനും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ തടയിടാനും ഉള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്.
വരും ദിവസങ്ങളിലും കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട മഴ തുടരുക തന്നെ ചെയ്യും. പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും സമയങ്ങളിൽ അത് പതിയെ മധ്യ പ്രവിശ്യയിലേക്കും കിഴക്കൻ പ്രവിശ്യയിലേക്കും കടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ പ്രവാസികൾ തന്ന സ്നേഹം മറക്കാനാകില്ലെന്ന് യുവഗായകരായ ബാദുഷയും സൽമാനും. തങ്ങളുടെ വളർച്ചയിൽ മീഡിയ വൺ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും ഇരുവരും പറഞ്ഞു. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയായിരുന്നു ഗായകർ. അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജഗപഞ്ചരം അഖിലാണ്ടവൻ അർശുകുർസ് തണിലൗഹിന്നധിപതി നൂറുമുത്തകബീർ. ഖത്തറിൽ ബാദുഷയും സൽമാനും വരുമ്പോൾ മീഡിയ വണ്ണിന് ആ ഒരു വേദിയിലേക്ക് വരാതിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെ സ്ഥാപനത്തോട് ഇത്രയും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളല്ലേ. പിന്നെ എൻ്റെ ക്യാമറമാൻ അഷ്റഫ് ഉറക്കത്തിന് എണീറ്റിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ ബാദുഷ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ ഇയാൾ നിങ്ങൾ ഭയങ്കര ഫാനാണ്. അങ്ങനെ എന്നെ കുത്തി ഉണർത്തിയിട്ടാണ് ഞാനീ വരുന്നത്. ഭയങ്കര സന്തോഷം. മീഡിയയോടുള്ള ബന്ധം അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ വലിയ പങ്കുവച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഖത്തറിൽ വന്ന സമയത്ത് ഒരുപാട് നല്ല സ്നേഹവും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, പ്രോഗ്രാമിന് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ കേട്ടിരുന്ന എല്ലാവരോടും ഹൃദയം കൊണ്ടൊരു നന്ദി. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രോഗ്രാമിന് അവതരിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ ഖത്തർ എങ്ങനെയാണ് അതിൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്? അത് എന്ത് സംഭവിച്ചാൽ നമ്മൾ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ശരിക്കും ഖത്തറിൽ പെർഫോം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടെൻഷനും എല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളെ സ്റ്റേജിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹാപ്പി. പക്ഷെ എല്ലാവരും തന്ന സ്നേഹം അത് വേറെ തന്നെയാണ്. ഖത്തറിന്റെ പ്രത്യേകിച്ച് ചാലിയാർ ദോഹ ഈ ടീം ഒന്ന് കാണിച്ച് എല്ലാവരും. എനിക്ക് മീഡിയ വണ്ണിൽ ബാധിച്ച് നിൽക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഈ ഒരു സാധനമാണ് ലേവശ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ഏതാണ്? അപ്പോൾ ഈ സമയത്ത് പാട്ട് പാടാൻ പറ്റുന്നൊരു സിറ്റുവേഷനോന്ന് എനിക്കറിയില്ല, എങ്കിലും അല്ല അങ്ങനെ സിറ്റുവേഷനൊന്നുമില്ല. പടം തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിനിയും നാട്, തെയ്യവും കഥകളി നാവേൽ പാടിയ നാടിത കേരമരങ്ങൾ, താഴിക പൊൻകുടമേന്തി നിരനിന്നേ കണി കാണും പുലരി തെളിയുഷമലരി മാമ്പൂ മഞ്ഞവും തൂകി, കേരള മാമക കേരള നാട്ടിൽ വാഴ്വിതേ തുഞ്ചന്റെ. പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പാട്ട് അതും കൂടി ഞാൻ പാടിച്ചിട്ട് ഞാൻ വിടുന്നു കേട്ടോ. നിങ്ങളുടെ അഷ്റഫുൽ അംബി എന്ന് പറയുന്ന ഒരു പാട്ട് ഓക്കെ ആണോ? എന്ത് പറഞ്ഞേ, വരി തെറ്റിയാ എല്ലാവരും ക്ഷമിക്കുക. കുറെ മുന്നേ പാടിയ അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ, ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോറസ് കൂടി പാടിയിട്ട് നമുക്കത് അവസാനിപ്പിക്കാം അല്ലേ? മീഡിയ വണ്ണില് സീസൺ 2 പാടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയ പാട്ടുണ്ട് നൂറുമുത്ത കബീർ. അപ്പൊ ആ പാട്ട് തന്നെ അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പാട്ട്. മൈക്കും കൂടിയാണ് പിടിച്ചിട്ടാണ് പാടി. അതാ മൈക്കും കൂടി പിടിച്ചിട്ട് പാടാ. ഓക്കെ. നൂറുമുത്ത കബീർ മലിക്കുൽ ജബ്ബാർ ഫാ അൻത മഖ്സൂദി, മലിക്കുൽ ജബ്ബാർ ഫാ അൻത മഖ്സൂദി, ജഗപഞ്ചരം അഖിലാണ്ടവൻ, ജഗപഞ്ചരം അഖിലാണ്ടവൻ, അർശുകുർസ് തണിലൗഹിന്നധിപതി നൂറുമുത്ത കബീർ, മലിക്കുൽ ജബ്ബാർ ഫാ അൻത മഖ്സൂദി, മലിക്കുൽ ജബ്ബാർ ഫാ അൻത മഖ്സൂദി. അഷ്റഫ് ശരിക്കൊപ്പം ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ. റാപ്പർ വേടന്റെ ഖത്തറിലെ സംഗീത നിശ നീട്ടിവെച്ചു. വൈറൽ പനി ബാധിച്ചതിനെ തുടർന്നാണ് സംഘാടകരുടെ തീരുമാനം. 28-ന് നടക്കേണ്ട ഷോ ഡിസംബർ 12-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വേടൻ.
ഒമാനിൽ വിന്റർ സീസൺ ആരംഭിച്ചതോടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പരിപാടികൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ഓരോ ഗവർണറേറ്റുകളും. വടക്കൻ ഷെർഖിയ ഗവർണറേറ്റിലെ ബിദിയ കാർണിവലിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. പൈതൃകം, സാഹസിക വിനോദങ്ങൾ എന്നിവ സമന്വയിക്കുന്ന കാർണിവൽ നവംബർ 29 വരെ നീണ്ടുനിൽക്കും. ഒമാനിലെ വടക്കൻ ഷെർഖിയ ഗവർണറിലെ ശീതകാല ഉത്സവമാണ് ബിദിയ കാർണിവൽ. കരകൗശല പ്രദർശനം, സംഗീത പരിപാടികൾ, ഒമാനി കലാരൂപങ്ങൾ തുടങ്ങിയവ ഒരുപോലെ സമന്വയിക്കുന്ന കാർണിവലിലേക്ക് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി സഞ്ചാരികളുടെ ഒഴുക്കാണ്. സാഹസിക വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണ് ഇവിടം. ഒട്ടക, കുതിര പരേഡ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയവയും കാർണിവലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ബിദിയ ക്ലബ്ബും ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനും വടക്കൻ ഷെർഖിയ ഗവർണറും സംയുക്തമായാണ് കാർണിവൽ ഒരുക്കുന്നത്. ഒമാന്റെ കിഴക്കൻ മണൽ പ്രദേശങ്ങളിലെ പ്രകൃതി സൗന്ദര്യവും വിനോദസഞ്ചാര ആകർഷണവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബിദിയ കാർണിവലിലൂടെ ചെയ്യുന്നത്. ഒപ്പം മരുഭൂമി കായിക ഇനങ്ങളിലേക്ക് സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയുമാണ്. ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ശീതകാല സീസണിൽ ഗവർണറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പരിപാടികളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. സഞ്ചാരികളെ സ്വീകരിക്കാനായി ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ടൂറിസ്റ്റ് ക്യാമ്പുകൾ, റെസ്റ്റ് ഹൗസുകൾ തുടങ്ങി 100ഓളം വിനോദസഞ്ചാര താമസ സ്ഥാപനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചാൽ തൊഴിലാളിക്ക് പതിവ് വേതനവും ഒരു ദിവസത്തെ അധിക ശമ്പളവും ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യം തൊഴിലുടമ തൊഴിലാളികളെ നേരത്തെ രേഖാമൂലം അറിയിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ഔദ്യോഗിക അവധി ദിവസങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ വേതനം സംബന്ധിച്ച് ഒമാനി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 79 വ്യക്തമാക്കുന്നുണ്ടെന്ന് GFOW പറയുന്നു. അവധി ദിനങ്ങളിൽ ഒരു ജീവനക്കാരൻ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ തൊഴിലുടമ അവരെ രേഖാമൂലം അറിയിക്കണമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയന്ത്രണങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ആർട്ടിക്കിൾ 56 വ്യക്തമാക്കുന്നുണ്ട്. അവധിക്ക് മുമ്പ് തന്നെ തൊഴിലാളിയെ ഇക്കാര്യം തൊഴിലുടമ അറിയിക്കണം. ഔദ്യോഗിക അവധി ദിനത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ദിവസത്തിലെ പതിവ് ശമ്പളത്തിന് പുറമെ അവരുടെ പ്രതിദിന അടിസ്ഥാന വേതനത്തിന് തുല്യമായ പണം നൽകുകയോ മറ്റൊരു ദിവസം നഷ്ടപരിഹാര അവധി നൽകുകയോ ചെയ്യണം. ജോലി ചെയ്യുന്ന ഓരോ അവധി ദിനത്തിലും ഒരു ദിവസത്തെ വേതനമോ അവധിയോ നൽകണം. അതേസമയം ഔദ്യോഗിക അവധി ദിനങ്ങളിൽ ഓവർ ടൈം ജോലി സ്വീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അവകാശമുണ്ടെന്ന് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 71 വ്യക്തമാക്കുന്നുണ്ട്. ജീവനക്കാരുടെ സമ്മതം സ്ഥാപനങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഈ നിയമം ഉറപ്പാക്കുന്നു. ഒമാനിൽ ദേശീയ ദിന അവധി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. വീക്കെൻഡ് അടക്കം 4 ദിവസം നിലനിൽക്കുന്ന അവധിയാണ് ലഭിക്കുക. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ പിടികുട്ട പുള്ളികൾക്ക് കുരുക്ക് മുറുകുന്നു. രാജ്യത്ത് പുതിയ ഡിജിറ്റൽ സംവിധാനം സജീവമായതോടെ വാറണ്ടുള്ള വ്യക്തികൾക്കെതിരായ അറസ്റ്റ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക കേസുകളും മറ്റ് നിയമലംഘനങ്ങളും ബന്ധപ്പെട്ട അറസ്റ്റ് വാറണ്ടുകളും രാഷ്ട്ര നിരീക്ഷണ സംവിധാനവുമായി ഇലക്ട്രോണിക്കായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ പൊതുവഴികളിൽ, സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിൽ, വിമാനത്താവളങ്ങളിലും കര, കടൽ, തുറമുഖങ്ങളിലും സുരക്ഷാ വിഭാഗങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. കുടിശ്ശികയുള്ളവർക്ക് വിമാനത്താവളത്തിൽ നേരിട്ട് തുക അടയ്ക്കുകയോ സഹേൽ ആപ്പിലൂടെ നീതിന്യായ മന്ത്രാലയത്തിന്റെ പേയ്മെന്റ് സംവിധാനത്തിലൂടെ ബാധ്യതകൾ തീർക്കുകയോ ചെയ്യാം. വാറണ്ടുകളോ സാമ്പത്തിക ബാധ്യതകളോ ഉള്ളവർ ഹക്കൽ റഷീദ് ആപ്പിലൂടെ ഉടൻ കേസ് പരിഹരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കുവൈത്തിൽ ലഹരി മരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും നിയന്ത്രിക്കുന്ന പുതിയ നിയമത്തിന് അമീർ അംഗീകാരം നൽകി. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചதை തുടർന്ന് 2 ആഴ്ചയ്ക്കകം നിയമം പ്രാബല്യത്തിൽ വരും. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർക്ക് വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥയുണ്ട്. കോംബാറ്റിംഗ് ഡ്രഗ്സ് രൂപീകരിക്കുമെന്നും നിയമം പറയുന്നു. കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുന്ന പുതിയ മയക്കുമരുന്ന് നിയമത്തിനാണ് അമീർ അംഗീകാരം നൽകിയത്. 13 അധ്യായങ്ങളിലായി 84 വകുപ്പ് ഉൾക്കൊള്ളുന്ന പുതിയ നിയമം 1983-ലെയും 87-ലെയും പഴയ നിയമങ്ങൾ റദ്ദാക്കി. മയക്കുമരുന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും ഏകീകരിക്കുന്നു. മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, കൃഷി, നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വെക്കൽ, വിൽപ്പന, ഉപഭോഗം എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് നിയമം വ്യക്തമാക്കുന്നു. ചികിത്സയും ഗവേഷണവും പോലുള്ള നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കാണ് അനുമതി ലഭിക്കുക. ഇത് സംബന്ധമായ എല്ലാ തീരുമാനങ്ങളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണത്തിന് ലൈസൻസ് ഉള്ള ഫാക്ടറികൾക്ക് മാത്രമേ അനുമതി ലഭിക്കൂ. ചില സസ്യങ്ങളുടെ കൃഷി സർക്കാർ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ലൈസൻസ് ഉള്ള ഗവേഷണ കേന്ദ്രങ്ങൾക്കും മാത്രം അനുവദനീയമാണ്. മയക്കുമരുന്ന് വിരുദ്ധ ദേശീയ തന്ത്രം ഒരുക്കുന്നതിനായി സുപ്രീം കൗൺസിൽ ഫോർ കോംബാറ്റിംഗ് ഡ്രഗ്സ് രൂപീകരിക്കുമെന്ന് നിയമം പറയുന്നു. ആരോഗ്യ മന്ത്രാലയം
പ്രത്യേക പുനരധിവാസ ആസ്തി ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി 21 വയസ്സിന് താഴെയുള്ളവർക്കായി പ്രത്യേക വിഭാഗം ഒരുക്കണമെന്നും വ്യവസ്ഥയുണ്ട്. മയക്കുമരുന്ന് കടത്തൽ, ഉൽപാദനം, കൃഷി പോലുള്ള ഗുരുതര കുറ്റങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ കൂടാതെ കനത്ത പിഴയും ലഭിക്കാം. സ്വമേധയാ ചികിത്സ തേടുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കരുതെന്ന സംരക്ഷണവും നിയമം നൽകുന്നു. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് ഉള്ള ഏതൊരു സ്ഥാപനത്തിലും പ്രവേശിച്ച് പരിശോധന നടത്താനുള്ള അധികാരവും പുതിയ നിയമം അനുവദിക്കുന്നു. മീഡിയ 1, കുവൈറ്റ്. ഇന്ത്യയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് പ്രമുഖ മലയാളി വ്യവസായി PNC മേനോൻ. ലാഭത്തിന്റെ 50% ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കാനാണ് ശോഭ ഗ്രൂപ്പിന്റെ തീരുമാനം. പുതിയ ബിസിനസ് സംരംഭമായ ശോഭ ഫർണിച്ചറിന്റെ പ്രഖ്യാപന വേളയിൽ മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ മുഴുവൻ എഡ്യൂക്കേഷനിലാണ്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. അതാണ് ടാർഗറ്റ്. അത് ഒരു വലിയ സ്ഥാപനമായിട്ട് രവി വിൽ ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ബിക്കോസ് മണി ഈസ് അവൈലബിൾ. ദ ഓൺലി തിങ് ഇസ് വി ഹാവ് ടു ഡെലിവർ ഇറ്റ്. വി ഡോണ്ട് ഗിവ് മണി ടു അതേഴ്സ്. വി ഡയറക്ട്ലി മാനേജ് അവർ മണി. ദുബായ് സർക്കാർ പുലർത്തുന്ന കാര്യക്ഷമതയുടെ 1/3 ഇന്ത്യയിൽ ലഭിച്ചാൽ നാട്ടിൽ വൻ മുന്നേറ്റത്തിന് കഴിയുമെന്ന് PNC മേനോൻ പറഞ്ഞു. ഇവിടുത്തെ ഗവൺമെൻറ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഗവൺമെൻറ്റ്സ് ഓൺ എർത്ത്. അത് UAE, especially my experience with Dubai government is unbelievable. നമുക്ക് ഇതിൻ്റെ 1/3 capability ഇന്ത്യയിലുണ്ടെങ്കിൽ 1/3 we can do extremely well. Capability വേണം. ഗവൺമെൻറ് capability is very important. 1/3 ഇവിടെ 100 തരുന്നെങ്കിൽ നമ്മൾ 30 ഇന്ത്യയിൽ തരണമെങ്കിൽ we can do extremely well. അതൊരു സ്വപ്നമായിട്ട് മാറിയിരിക്കുക. 50 വർഷം മുമ്പ് ഒമാനിൽ ഫർണിച്ചർ രംഗത്താണ് താൻ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയാണ് പുതിയ സംരംഭമെന്ന് അദ്ദേഹം പറഞ്ഞു. ശോഭ ഫർണിച്ചർ വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഫർണിച്ചർ ഉണ്ടാക്കുക, അതാണ് നമ്മളെ ഡ്രീം. അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ഒരു 57 കൊല്ലത്തെ എക്സ്പീരിയൻസും ഒമാനിന്ന് ഫർണിച്ചർ. പക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 50 കൊല്ലമായി. അപ്പോൾ ഒമാൻ, ഞാൻ എപ്പോഴും പറയും ഒമാൻ ക്രിയേറ്റഡ് മീ. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽത്തരം ഫർണിച്ചർ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ സംരംഭം. മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഫാക്ടറി അടുത്ത മാസം ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ തുറക്കുമെന്ന് ചെയർമാൻ രവി മേനോൻ പറഞ്ഞു. We have our factory in the UAE. In Dubai, we are putting up a large factory. It's about 53,000 square meters. And the next month, we should start producing the first part of it. And then, of course, we have the cabinet line also, which will shortly follow. So everything will be produced in the UAE. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാൻ ഉപഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്ന ഗാലറി എന്ന സ്ഥാപനവും ദുബായ് ഷെയ്ഖ് സായിദ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിന്റെ ഫൈനൽ നാളെയാണ്. പോർച്ചുഗലും ഓസ്ട്രിയയും തമ്മിലാണ് പോരാട്ടം. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കുന്നത്. ആരു ജയിച്ചാലും ചരിത്രം പിറവിയെടുക്കുന്ന കലാശപ്പോരിനാണ് ഖലീഫ സ്റ്റേഡിയം നാളെ വേദിയാകുന്നത്. കിരീടമേറെ നേടിയിട്ടുണ്ടെങ്കിലും കൗമാര ലോകകപ്പിൽ മുത്തമിടാൻ പോർച്ചുഗലിന് ഇതുവരെ ആയിട്ടില്ല. ഒരു ഫിഫ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഓസ്ട്രിയ യോഗ്യത നേടുന്നതും ചരിത്രത്തിലാദ്യം. ഖത്തർ സമയം 7 മണിക്കാണ് കിക്ക് ഓഫ്. സെമിയിൽ ബ്രസീലിനെ ഷൂട്ടൌട്ടിൽ മറികടന്നതിന്റെ കരുത്തുമായാണ് പറങ്കിപ്പടയെത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജപ്പാനോടേറ്റ തോൽവി മാത്രമാണ് പോർച്ചുഗലിന് ടൂർണമെന്റിൽ നേരിട്ട ഏക തിരിച്ചടി. എന്നാൽ ചാമ്പ്യൻഷിപ്പിൽ സ്വപ്ന കുതിപ്പ് നടത്തിയ ഓസ്ട്രിയ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല. തങ്ങൾ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പോർച്ചുഗൽ ആരാധകർ. Our kids are amazing and we're going to win and we're going to take the cup to Portugal. Yeah, that's it. Final. We will be there, all of us, of course. So we will see you there, okay? ആരാധകർ ഏറെയുണ്ടെങ്കിലും നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോർച്ചുഗലിന് ഒട്ടും എളുപ്പമാകില്ല കാര്യങ്ങൾ. കാരണം 7 കളിയിൽ ഓസ്ട്രിയ അടിച്ചുകൂട്ടിയത് 17 ഗോളാണ്. വഴങ്ങിയത് ഒരൊറ്റ ഗോൾ മാത്രം. ഫുട്ബോൾ പവർ ഹൗസുകളായ ഇംഗ്ലണ്ടിനെയും ഇറ്റലിയെയും ഒക്കെ കശക്കിയാണ് ഓസ്ട്രിയയുടെ വരവ്. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ കായിക മേഖലയെ വികസിപ്പിക്കാൻ സൗദി അറേബ്യ സഹായവുമായി രംഗത്ത്. ഫിഫയുമായി ചേർന്ന് $1 ബില്യൺ പദ്ധതികളാണ് ഇത്തരം രാഷ്ട്രങ്ങളിൽ നടപ്പാക്കുക. സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് പദ്ധതി.
സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇക്കാര്യം ഫിഫയാണ് അറിയിച്ചത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് മുൻതൂക്കം നൽകുക. അവികസിത വികസ്വര രാജ്യങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കും. കായിക സംവിധാനങ്ങൾ ചെറുപ്പക്കാരെ കായിക മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ, ഇതുവഴിയുള്ള സാമ്പത്തിക വളർച്ച എന്നിവയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഇത്തരം രാഷ്ട്രങ്ങളെ പ്രോത്സാഹിപ്പിക്കലും പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പ്രസ്താവനയിൽ അറിയിച്ചു. ഫുട്ബോൾ എന്ന ആഗോള വികാരത്തെ പിന്നോക്ക രാഷ്ട്രങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യ നിലവിൽ കായിക മേഖലയിലെ വിവിധ പദ്ധതികളിൽ വൻ നിക്ഷേപമാണ് നടത്തുന്നത്. ഫുട്ബോൾ, ഫോർമുല 1, ബോക്സിംഗ്, ഗോൾഫ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളിൽ രാജ്യം നിക്ഷേപം നടത്തുന്നുണ്ട്. സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് സമാനമായ രീതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നോക്ക രാഷ്ട്രങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങളിലുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ടാക്സിയിൽ നിന്ന് ഡ്രൈവർ പുറത്ത്. അബുദാബിയിൽ ഇനി ശരിക്കും ഡ്രൈവറില്ല ടാക്സി. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായാണ് ഇത്തരം ടാക്സികൾ യൂബറിൽ ബുക്ക് ചെയ്യാൻ സൗകര്യം. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സികൾ അബുദാബിയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ആവശ്യക്കാർക്ക് ഊബർ വഴി ഇത്തരം ടാക്സികൾ ബുക്ക് ചെയ്യാം. അബുദാബിയിലെ യാസ് ഐലൻഡിലാണ് ഡ്രൈവർ ഇല്ലാതെ ടാക്സികൾ ഇന്ന് മുതൽ സമ്പൂർണ്ണ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അബുദാബിയിൽ ഊബർ ടാക്സി ബുക്ക് ചെയ്യുന്നവർക്ക് വാഹനം തിരഞ്ഞെടുക്കാൻ ഇനി ഇങ്ങനെയുമൊരു ഓപ്ഷൻ കാണും. ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഇല്ലാത്ത പൂർണ്ണമായും ഓട്ടോണമസായ ടാക്സി തിരഞ്ഞെടുക്കാം. ഡ്രൈവർ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഡ്രൈവർ സീറ്റിലേക്കും താനെ തിരിയുന്ന സ്റ്റിയറിംഗിലേക്കും നോക്കി കൗതുകത്തോടെ യാത്ര ചെയ്യാം. ഊബറും വീറൈഡും ചേർന്നാണ് അബുദാബി യാസ് ഐലൻഡിൽ എല്ലാ അർത്ഥത്തിലും ഡ്രൈവർ രഹിതമായ ടാക്സികളുടെ സർവീസ് ആരംഭിച്ചതായി പ്രഖ്യാപിച്ചത്. അമേരിക്കയ്ക്ക് പുറത്ത് ആദ്യമായി അബുദാബിയിലാണ് സമ്പൂർണ്ണ ഡ്രൈവർ രഹിത ടാക്സികൾ സർവീസ് നടത്തുന്നത്. വർഷങ്ങളായി ഡ്രൈവർ രഹിത ടാക്സികൾ അബുദാബിയിലുണ്ടെങ്കിലും സുരക്ഷ കണക്കിലെടുത്ത് ഡ്രൈവറുടെ സീറ്റിൽ ആളെ നിയോഗിച്ചിരുന്നു. നേരത്തെ നിശ്ചയിച്ച് നൽകിയ റോഡിലെ ഏത് സാഹചര്യവും നേരിടാൻ കഴിയുന്ന 4ാം ലെവൽ ഓട്ടോണമസ് ശേഷിയുള്ള വാഹനങ്ങളാണ് നിരത്തിലിറക്കിയിരിക്കുന്നത്. 2 ആഴ്ച ഇതിൻ്റെ സ്വകാര്യ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് വേണമെങ്കിൽ ഡ്രൈവർക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഓടിക്കുക. അബുദാബിയുടെ കൂടുതൽ മേഖലയിലേക്ക് ഇനി പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ഡ്രൈവർ രഹിത വാഹനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1, അബുദാബി. സൗദിയിലെ അബഹ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര അംഗീകാരം. സമയക്രമം പാലിക്കുന്നതിലാണ് ആഗോളതലത്തിൽ 3ാം സ്ഥാനത്തെത്തിയത്. സിറിയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വിമാനത്താവളത്തിന്റെ നേട്ടം വ്യക്തമാക്കുന്നത്. 92.40% ഓൺ ടൈം പ്രകടനത്തോടെയാണ് അബഹ വിമാനത്താവളം ലോകതലത്തിൽ 3ാമതെത്തിയത്. ആഗോള വ്യോമയാന വിശകലന കമ്പനിയായ സിറിയമാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. പ്രവർത്തനക്ഷമതയിലും സേവന നിലവാരത്തിലും വിമാനത്താവളം കൈവരിച്ച പുരോഗതിയാണ് നേട്ടത്തിന് പിന്നിൽ. അസീർ മേഖലയിലെ വിനോദസഞ്ചാര വളർച്ചയ്ക്ക് കരുത്തേകുന്നതാണ് അബഹ വിമാനത്താവളത്തിന്റെ നേട്ടം. നിലവിൽ പ്രതിവർഷം 1.8 ദശലക്ഷം യാത്രക്കാരെയാണ് വിമാനത്താവളം സ്വീകരിക്കുന്നത്. പ്രതിവർഷം 13 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന മാസ്റ്റർ പ്ലാൻ അടുത്തിടെ പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെയാണ് നേട്ടം. 30,000-ൽ നിന്ന് 90,000-ആയി സർവീസുകൾ വർദ്ധിപ്പിക്കാനും 65,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അത്യാധുനിക ടെർമിനലുകൾ നിർമ്മിക്കാനും പുതിയ വികസന പദ്ധതി ലക്ഷ്യമിടുന്നു. മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ മനുഷ്യക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇത്തരം കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കണമെന്ന് അറ്റോർണി ജനറൽ കൌൺസിൽ സാദ് അൽ സഫ്രാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ 115 ഇരകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയാസ്പദമായി 48 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. മക്ക, മദീന ഹറമുകളിലെ ഡിജിറ്റൽ സേവന ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ്. 10 ലക്ഷത്തിലധികം വിശ്വാസികൾക്ക് സേവനം നൽകാനായി ഇരു ഫരം കാര്യവിഭാഗം പുറത്തുവിട്ടതാണ് കണക്കുകൾ. ജൂൺ 27 മുതൽ നവംബർ 22 വരെയുള്ള ഡിജിറ്റൽ ഉപയോഗത്തിന്റെ കണക്കുകളാണ് ഇരുഹറം കാര്യവിഭാഗം പുറത്തുവിട്ടത്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഡിജിറ്റൽ പ്രോഗ്രാമുകളിൽ നിന്നുമായി ഗുണഭോക്താക്കളുടെ എണ്ണം 17 ലക്ഷം കവിഞ്ഞു. ഇരുഹറം കാര്യവിഭാഗത്തിന്റെ സ്മാർട്ട് പ്ലാറ്റ്ഫോം അൽ ഖാസിദ് പോർട്ടൽ ഉപയോഗിച്ചത് 1.5 ലക്ഷം പേരാണ്. തവക്കൽന ആപ്ലിക്കേഷൻ വഴി ഇരുഹറമുകളിലെയും ഇമാംമാരുടെ നമസ്കാര സമയം ഉൾപ്പെടെ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നുണ്ട്.
ജുമുഅ പ്രഭാഷണത്തിന്റെ തത്സമയ വിവർത്തനം, ഹറമുകളിൽ സ്ഥാപിച്ച ഡിജിറ്റൽ സ്ക്രീൻ വഴിയുള്ള വിവരങ്ങൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ലഭ്യമാക്കി. 1,30,000 കണ്ടന്റുകളാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കാലയളവിൽ അപ്ലോഡ് ചെയ്തത്. തീർത്ഥാടകരുടെ സേവനവും സൗകര്യവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. സാബിത് സലീം, മീഡിയ 1, മക്ക. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ഒമാൻ തല പ്രചാരണം സമ്മേളനം നാളെ ബദറയിൽ നടക്കും. സമസ്ത ഇസ്ലാമിക് സെന്റർ ഒമാൻ നാഷണൽ കമ്മിറ്റിക്ക് കീഴിൽ 37 ഏരിയകളിൽ നിന്ന് 1000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാബിക് അലി ഷിയാബ് തങ്ങൾ, ഇബ്രാഹിം ഫൈസി പേരാൽ, സുലൈമാൻ ദാർമി ഏലംകുളം, അബ്ദുൽ ജലീൽ ബാഖവി പാറന്നൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഹവല്ലി ഗവർണറേറ്റിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 3602 വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. യഥാർത്ഥ ബ്രാൻഡുകളുടെ പേരിൽ വിൽപ്പനയ്ക്ക് വെച്ച ലേഡീസ് വസ്ത്രങ്ങൾ, ബാഗുകൾ, ഷൂസ്, ആക്സസറികൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. മാർക്കറ്റുകൾ, മെയിന്റനൻസ് വർക്ക്ഷോപ്പുകൾ, കാർ ഷോറൂമുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്ന് വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി അറിയിച്ചു. കുവൈത്തിലെ കിങ്സ് ഫൈസൽ റോഡ് മേഖലയിൽ ഫാസ്റ്റ് ലെയിൻ 21 ദിവസത്തേക്ക് അടച്ചിടുന്നു. ഇബ്രാഹിം അൽ മുസൈൻ സ്ട്രീറ്റിൽ നിന്ന് 5 റിംഗ് റോഡ് വഴിയുള്ള ഭാഗമാണ് അടച്ചിടുന്നതെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. വാഹനങ്ങൾ കിങ് ഫഹദ് റോഡ്, കിങ് ഇസ റോഡ്, റോഡ് നമ്പർ 55 എന്നിവ ബദൽ മാർഗമായി ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. യുഎഇയിലെ ചോക്ലേറ്റ് റീറ്റെയിൽ സ്ഥാപനമായ ബെറി മാർട്ട് അബുദാബിയിലെ ആദ്യ ഔട്ട്ലെറ്റ് തുറന്നു. അബുദാബി മുസഫയിലാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ബെറി മാർട്ടിന്റെ യുഎഇയിലെ 4ാമത്തെയും അബുദാബിയിലെ ആദ്യത്തെയും ഔട്ട്ലെറ്റാണ് അബുദാബി മുസഫ ഷാബിയ 10-ൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു. 1000-ലേറെ തരം വൈവിധ്യമാർന്ന ചോക്ലേറ്റുകളുടെ ശേഖരമാണ് ബെറി മാർട്ടിന്റെ പ്രധാന ആകർഷണം. നാട്ടിൽ പോകുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ബെറി മാർട്ട്. അതായത് ഇവിടെ നമ്മൾ 1000-ൽ പരം വെറൈറ്റി ചോക്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊപ്പം പെർഫ്യൂംസ്, വാച്ചസ്, നാട്ടിൽ പോകുന്നവർക്ക് കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. വിവിധ ഇനം ചോക്ലേറ്റുകൾക്കും മധുരങ്ങൾക്കും പുറമെ പ്രീമിയം ക്വാളിറ്റി ഈത്തപ്പഴങ്ങൾ, നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ടുകൾ, ഒലിവ് ഓയിൽ എന്നിവയും സമ്മാനമായി നൽകാൻ കഴിയുന്ന വാച്ചുകൾ, പെർഫ്യൂമുകൾ എന്നിവയും ബെറി മാർട്ടിൽ ലഭ്യമായിരിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. സൗദി ജിദ്ദയിൽ മലയാളി ബിസിനസ് സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന ബിഗ് കോൺക്ലേവിനുള്ള രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിൽ. സാമ്പത്തിക വിദഗ്ധരുൾപ്പെടെ പ്രമുഖർ സംബന്ധിക്കുന്ന ചടങ്ങിൽ സൗദിയിലെ ബിസിനസ് സംരംഭകത്വം പ്രധാന ചർച്ചയാകും. സിജി ജിദ്ദ ചാപ്റ്ററിന് കീഴിലെ ബിസിനസ് ഇനീഷ്യേറ്റീവിൽ ഗ്രൂപ്പിന് കീഴിൽ നടക്കുന്ന പരിപാടി ശനിയാഴ്ച വൈകിട്ട് ബൊക്കോ ഹോട്ടലിൽ തുടക്കമാകും. സൗദി വിപണിയിലെ ട്രെൻഡുകളും പുതിയ സാങ്കേതിക വിദ്യയും വിപണിയെ മാറ്റിയെടുക്കേണ്ട രീതിയും സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്നതാണ് ബിഗ് കോൺക്ലേവ്. ഇജാബ ബിസിനസ് സൊല്യൂഷനുമായി സഹകരിച്ച് ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ബൊക്കോ ഹോട്ടലിൽ തുടക്കമാകും. ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഫണ്ടില്ലേ? നിങ്ങളുടെ ബിസിനസിന്റെ ഓപ്പറേഷണൽ എക്സ്പെൻസ് ടെക്നോളജി വഴി എങ്ങനെ കുറക്കാം? നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു ഫ്രീ സ്റ്റോറിന്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഞങ്ങളുടെ ബിഗ് കോൺക്ലേവ് 2.0 ഉണ്ടാവും. നവംബർ 29 വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന ബിഗ് കോൺക്ലേവ് 2.0 രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കുക. AI ഉൾപ്പെടെ പുതിയ സാധ്യതകളും ബിസിനസ് രംഗത്ത് ശ്രദ്ധിക്കേണ്ടതുമെല്ലാം കോൺക്ലേവിൽ ചർച്ചയാകും. ഇന്ന് സൗദിയിൽ പ്രൈമറി സ്കൂൾസ് തൊട്ട് AI ഒരു മാൻഡറ്ററി സബ്ജക്റ്റാണ്. ആസ് എ ബിസിനസ് ലീഡർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലേറ്റസ്റ്റ് ടെക്നോളജി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബിസിനസ് എന്തും ആവാം. റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് ആവാം, ക്ലിനിക്സ് ആവാം, ലോജിസ്റ്റിക്കൽ സർവീസസ് ആവാം, റെസ്റ്റോറൻറ്റ്സ്, എന്തും. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ചേഞ്ച് ഇസ് കമ്മിങ്. യുവർ കസ്റ്റമേഴ്സ് വിൽ ഫോഴ്സ് യു ടു ചേഞ്ച്. ഈ ചേഞ്ചിന് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. അല്ലെങ്കിൽ വരും 29 ജിദ്ദ വോക്കോ ഹോട്ടലിൽ വെച്ച് ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് ഒരുക്കുന്ന ഇജാബ ബിഗ് കോൺക്ലേവ് നിങ്ങൾക്കുള്ളതാണ്. ഉമർ അബ്ദുസലാം, സാജിദ് പാറയ്ക്കൽ തുടങ്ങി പ്രമുഖ സാമ്പത്തിക സാങ്കേതിക വിദഗ്ധർ നയിക്കുന്ന കോൺക്ലേവിലേക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം. അന്വേഷണങ്ങൾക്കും രജിസ്ട്രേഷനും
0540433161 എന്ന നമ്പർ വഴി ബന്ധപ്പെടാവുന്നതാണ്. മീഡിയ 1 ജിദ്ദ. സൗദി ജുബൈലിൽ അസുഖബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. കൊല്ലം അഞ്ചൽ അലയമ്പൺ സ്വദേശി രതീഷ് ആചാര്യാണ് മരിച്ചത്. സ്വകാര്യ കമ്പനിയിൽ റിഗിംഗ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. സൗദിയിലെ അൽഖസയിലുണ്ടായ വാഹനാപകടത്തിൽ കോട്ടയം സ്വദേശി മരിച്ചു. റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുണ്ടക്കയം പുഞ്ചവയൽ നഗർ ഇടപ്പള്ളിയിൽ വെസ്ലി ജോൺസൺ എന്ന ജോമോനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ജോലിയുടെ ഭാഗമായി അൽഖസയിലേക്ക് പോയപ്പോൾ ഓടിച്ചിരുന്ന മിനി ട്രക്ക് ട്രെയിലറിന് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. വിവാഹത്തിന് ജനുവരിയിൽ നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സൗദി ദമാമിലെ അൽമദീന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് ഗ്രൂപ്പ് ബിസിനസ് പങ്കാളികൾക്ക് ആദരം സംഘടിപ്പിച്ചു. കമ്പനിയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വിവിധ കമ്പനി പ്രതിനിധികൾ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ അൽമദീന ഹോൾസെയിൽ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് അപ്രിസിയേഷൻ ഇവന്റ് സംഘടിപ്പിച്ചു. കമ്പനിയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. അൽക്കോബാർ കെമ്പൻസ്കി ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ കമ്പനി പ്രതിനിധികൾ ആദരം ഏറ്റുവാങ്ങി. അൽ അനൂദ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ മുഹമ്മദ് വളപ്പിൽ, അഷ്റഫ് പള്ളിയാലിൽ, ഫൈനാൻസ് മാനേജർ രാജു കെയർ, ഓപ്പറേഷൻസ് മാനേജർ നൌഫൽ പൂവക്കുർശി, അൽമദീന ജനറൽ മാനേജർമാരായ അഹമ്മദ് വളപ്പിൽ, ഇർഫാൻ വളപ്പിൽ, സെയിൽസ് ആൻഡ് പർച്ചേസ് മാനേജർ ഹാഷിം, ഫ്ലോർ മാനേജർ സിറാജ് എന്നിവർ ആദരം കൈമാറി. ഞങ്ങൾ അൽ അനൂദ് അറേബ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും അതോടൊപ്പം തന്നെ ഷർക്കൽ മദീനയും മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്നുണ്ടെങ്കിൽ ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. ഒരു ബിസിനസ്സിൽ നമ്മൾ കുറേ കാലം ഒരുമിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ കൂടെ ഇടപെടുന്ന ആളുകളും ഒരേ സമയം വിജയിക്കണം എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഇവൻറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിനായിട്ടുള്ള സപ്ലയേഴ്സിനോടാണെന്നുണ്ടെങ്കിലും ആ ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽ ഫെസിലിറ്റിയാണ് ഷർക്കൽ മദീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും വേറെ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ ഡയറക്ടേഴ്സൊക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 13 ഡിവിഷൻസിൻ്റെയും മാനേജേഴ്സ് കൂടെയുണ്ട്. വളരെ വിജയകരമായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ബിസിനസ് പങ്കാളികളുമായുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടിയെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. അൽ അനൂദ് അറേബ്യയുടെ എല്ലാ ഡിവിഷണൽ മാനേജേഴ്സും ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ഈവനിങ് ഇവൻ്റാണ് ഞങ്ങളിതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ പാർട്ട്നേഴ്സും ഞങ്ങളും അറ്റ് എ ടൈം ഒരു ബെനിഫിഷ്യലായിരിക്കണം ഞങ്ങളുടെ ഗ്രോത്തിലും ഞങ്ങളുടെ എല്ലാവിധ പ്രോഗ്രാമിലും. ഇപ്പോൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് ഔട്ട്ലെറ്റിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയതായും കമ്പനി അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദമ്മാം.